നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കുറേ ആളുകളൊക്കെ പറയാറുണ്ട് വാട്സപ്പിൽ വോയിസ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ അങ്ങ് ഓഫാകുന്നു. ചില ആളുകൾക്കൊക്കെ ഈ പ്രയാസം നേരിട്ടിട്ടുണ്ടാകും. വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു വോയിസ് അങ്ങ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ അങ്ങ് ഓഫാകും. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അത് വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സ് അല്ല, നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെ നമുക്ക് ശരിയാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സിനകത്ത് എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണും. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും ഏറ്റവും അവസാനം. ഇവിടെ MI മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ MI UI വേർഷൻ എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. ചില മൊബൈൽ ഫോണിൽ കേണൽ വേർഷൻ എന്ന് കാണാൻ സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ ചില മൊബൈൽ ഫോണിൽ ബിൽഡ് നമ്പർ എന്ന് കാണാറുണ്ട്. ഇത് മൂന്നും ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകും. അത് ഇതുപോലെ 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. 7 തവണ പ്രസ് ചെയ്യുമ്പോൾ യു ആർ നൗ ഡെവലപ്പർ എന്ന ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ ഓപ്ഷൻ എനേബിളായി. നിങ്ങൾ ഓൾറെഡി എനേബിൾഡ് ആണെങ്കിൽ യുവർ ഡെവലപ്പർ ഓപ്ഷൻ ഓൾറെഡി എനേബിൾഡ് എന്ന് ഇതിൽ കാണിക്കും. ഇനി എങ്ങനെയായാലും നിങ്ങളത് 7 തവണ പ്രസ് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്തോട്ടെ. ഇതിൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിനകത്ത് നമുക്ക് അഡീഷണൽ സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അഡീഷണൽ സെറ്റിങ്സിന് നേരെ താഴെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള പുതിയൊരു സെറ്റിങ്സ് വന്ന് കാണാൻ സാധിക്കും. ഇനി ഈ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഇന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഇത് ഓണായി വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഓപ്ഷൻ കാണും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെൻസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓഫായിരിക്കും, ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ സെൻസർ എന്ന് കാണിക്കുന്നില്ലെങ്കിൽ, ഈ സെറ്റിങ്സിനകത്ത് ഇതുപോലെ വന്നിട്ട് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ സെൻസർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻസർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാൻ സാധിക്കും പ്രോക്സിമിറ്റി സെൻസർ എന്ന്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാം പ്രോക്സിമിറ്റി സെൻസർ എന്നുള്ളത്. ഇതങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങൾ വാട്സപ്പിലെ വോയിസ് ഒന്ന് കേട്ട് നോക്കുക. നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ആകാൻ നിങ്ങൾക്ക് വാട്സപ്പിലെ വോയിസ് കേൾക്കാൻ സാധിക്കും. അതായത് നമ്മൾ വാട്സപ്പിലെ വോയിസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീൻ ഓഫ് ആകുന്ന ആ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.